FJ ക്രൂസർ എടുക്കാനുണ്ടായ ഒരു വികാരം എന്താണ്? നമ്മുടെ വണ്ടിയുടെ ഒരു കുറച്ച് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഈ സൂസൈഡ് ഡോർ കമ്പനി വിളിക്കുന്ന പേരാണോ നമ്മളിട്ട പേരാണോ? അത് ക്രിസ്. ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല വണ്ടികളും ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ വണ്ടി കാണുന്നത് ഭയങ്കര ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊയോട്ട FJ ക്രൂസറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഷേപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഒരു ആമയുടെ ഒരു പുറത്തെ തോട് മാതിരി ഇതിൻ്റെ ഒരു ഷേപ്പും ആ ഒരു എവിടെ നോക്കിയാലും എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് എടുത്തിട്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ഇങ്ങനെ ഡോർ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോറേ കാണാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ കയറുന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലുപ്പത്തിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും 3 വൈപ്പറാണ്. ബാക്കി എല്ലാ വണ്ടികൾക്ക് 2 വൈപ്പർ വരുമ്പോൾ ഇവന് 3 വൈപ്പറുണ്ട്. അപ്പോൾ അതുപോലെ നല്ല വീതിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ 3 വൈപ്പറൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഓഫ് റോഡ് സ്പെക്കിൽ ചെയ്തേക്കുവാണ്. ഫ്രണ്ട് മെറ്റൽ ബമ്പർ, വിഞ്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ LED ലൈറ്റ് ബാർ, സൈഡിലേക്കുള്ള ലൈറ്റ് ബാർ കൊടുത്തിട്ടുണ്ട്. ക്യാരിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണറുടെ അടുത്ത് തന്നെ ചോദിക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഒരു വാക്ക് അറൗണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ദുബായിൽ നിന്ന് അവിടെ നിന്നൊക്കെ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ കിട്ടുന്നില്ല. നേരിട്ടൊരു വണ്ടി കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത, അതിൻ്റെ ഒരു വലുപ്പമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അടുത്തൊരു നമ്മുടെ ബാക്കിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഡോറിന് പറഞ്ഞാൽ സൂയിസൈഡ് ഡോർ എന്നാണ്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് പോകാനായിട്ട് ഇതിൻ്റെ ലോക്ക് തുറക്കാൻ ലോക്ക് കിട്ടി. ഈ ഡോറ് നമുക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, അകത്തുനിന്ന് കൈയിട്ട് കഴിഞ്ഞാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സ്പേസ് കുറവാണ്. കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമായിരിക്കും. മുതിർന്നവർക്ക് ഇരിക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും, കാരണം സ്പേസ് കുറച്ച് കൺജസ്റ്റഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 4000 cc പെട്രോൾ എൻജിനാണ്. ടർബോ ഇല്ല. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഒരു ഗർജന ശബ്ദം കേൾക്കുന്നുണ്ടോ? $4000 cc എൻജിൻ ഫുൾ RPM 6500 എത്തുമ്പോഴത്തേക്കും ടപ്പടപ്പടപ്പടപ്പയെന്ന് പൊട്ടുന്നുണ്ടോ? ഇതാണ് ഈ വണ്ടിയുടെ ഒരു വികാരം കേട്ടോ. വാവ്. അപ്പോൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ MT ടയർ, മെറ്റൽ ബമ്പർ, ലാഡറിലോട്ട് പോകുമ്പോഴത്തേക്കും ഡോറെല്ലാം തുറന്നിടുമ്പോഴത്തേക്കും നോക്കി അപ്പുറ സൈഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ ഡാഷ്ബോർഡ് ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, ലൈറ്റ് ബീം അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് നമ്മുടെ ട്രെയിലർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് വരുന്നത്. സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ പവർ അടുത്തൊരു പ്രശ്നം വെച്ചാൽ ഡോർ ഇങ്ങനെ അടയത്തില്ല കേട്ടോ. ബാക്കിലത്തെ ഡോർ അടച്ചെങ്കിൽ മാത്രമേ ഈ ഡോർ അടയുള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഓഫ് റോഡ് കുട്ടി ഗിയറിൽ 2H ഉണ്ട്, 4H ഉണ്ട്, ന്യൂട്രൽ 4L. പിന്നെ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്ക്, ട്രാക്ക്, അത് എനിക്ക് തോന്നുന്നു ക്രോളിങ് അങ്ങനെ എന്തിനെങ്കിലും ആയിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സ്വിച്ചോ ഇങ്ങനെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വിശാലമായിട്ടുള്ള ഒരു ഡാഷ്, അതിൽ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ കാണുന്ന ഒരു കുഞ്ഞൊരു സ്ക്രീൻ, ഓഫ് റോഡ് മെനു ഒക്കെ കാണാനായിട്ട് ആർട്ടിക്കുലേഷനും പിച്ച് ആൻഡ് റോൾ കാണാനും കോമ്പോസും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സ്ക്രീൻ. നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഒരു വണ്ടി നോക്കി. നമുക്ക് ചുറ്റും ഭീകരന്മാരാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ ഓണറാണ് അഡോൾഫിൻ ചേട്ടൻ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ FJ ക്രൂസർ എടുക്കാനുണ്ടായ ഒരു വികാരം എന്താണ്? ബേസിക്കലി ഒരു ഓഫ് റോഡൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ FJ ഈ പറയുന്ന പോലെ ഓഫ് റോഡിന് വേണ്ടി ടൊയോട്ട ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. ന്യായം പവറിലൊരു വണ്ടിയാണ്. V6 4 എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ കുറേ എക്സൈറ്റിംഗ് സംഭവങ്ങളുണ്ട് വണ്ടിയിൽ. ഭയങ്കര യൂണീക്കാണ് ഈ വണ്ടി. എനിക്കിത് ആക്ച്വലി ഒരു ടോയ് കാർ പോലെയാണ്. ഓഫ് റോഡ് പോകാനാണെങ്കിലും ഒക്കെ നമ്മൾ റോഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് രസമാണ് വണ്ടി. നമ്മുടെ വണ്ടിയുടെ ഒരു കുറച്ച് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഓഫ് റോഡിന് അടിപൊളിയാണ്. ഭയങ്കര ഫൺ ഡ്രൈവ് ആണ് വണ്ടി. നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിനാണ്. V6 4 ലിറ്റർ ആകുമ്പോൾ ഒബ്വിയസ്ലി അറിയാലോ, മൈലേജ് കുറച്ച് കുറവായിരിക്കും. പിന്നെ ഈ സൂയിസൈഡ് ഡോർ എന്ന് പറയുന്നത് ഒരു
മറ്റു വണ്ടികൾ കാണാത്ത ഒരു ഫീച്ചറാണ് ഇത് ആക്ച്വലി. ശരിക്കും ഈ സൂസൈഡ് ഡോർ കമ്പനി വിളിക്കുന്ന പേരാണോ നമ്മളിട്ട പേരാണോ? അത് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, പക്ഷെ ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് എന്താ പറയുക, പുറമേ നിന്ന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഫ്രണ്ട് ഡോർ അടയ്ക്കാൻ ഒക്കത്തുള്ളൂ. പിന്നെ ഈ വിൻഡോ ആക്ച്വലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇങ്ങനെ സീൽഡ് ആണ്, ആക്ച്വലി ഡോറിൻ്റെ കൂടെ സീൽഡ് ആണ്. അപ്പം ഇതിലൊരു നെഗറ്റീവ് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രായമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലോട്ട് കയറാനും ഇറങ്ങാനും ചെറിയൊരു പ്രയാസം കാണും. ഇപ്പം എനിക്ക് 2 ചെറിയ കുട്ടികളാണ് ഉള്ളത്. അപ്പം നമുക്ക് പ്രശ്നമല്ല, വർക്കൗട്ട് ആവുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. ഈ 5 ഡോറിൻ്റെ ഒരു റിയർ സീറ്റിലോട്ടുള്ള ഒരു ആക്സസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പലരും പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കിത് ആക്ച്വലി കുഴപ്പമില്ല, പക്ഷേ ഇതേപോലെ പ്രായമുള്ള ആൾക്കാരോ വണ്ണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പ്രയാസം കണ്ടേക്കാം. പറഞ്ഞാലും നമ്മളൊരു 3 ഡോർ പോലെയാണ്, 3 ഡോറിൻ്റെ ഒരു ഇതാണ് ഉള്ളത് അങ്ങനെ. പക്ഷേ 3 ഡോർ വണ്ടികൾ വരുമ്പം നമ്മൾ പിന്നെയും സീറ്റ് എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കയറണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് നമുക്ക് കുറേ കൂടി കൺവീനിയൻ്റ് ആണ്. കാരണം ഈ ഡോർ കൂടി ഓപ്പൺ ചെയ്ത് സീറ്റ് ഫോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് കയറാനും ഒക്കെ പറ്റും. ഇപ്പോൾ സീറ്റ് നമുക്ക് കുറച്ച് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാം. പിന്നെ പറയുമ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പറയണമെന്ന് മാത്രം. പിന്നെ ഒരു മൈലേജിൻ്റെ ഒരു പ്രശ്നം, മൈലേജ് ചോദിക്കുന്ന പാടില്ലെന്നറിയാം. മൈലേജ് കമ്പനി പറയുന്നത് 11.5 ലിറ്റർ കൊണ്ടാണ് 400 കിലോമീറ്റേഴ്സ്. പക്ഷേ എനിക്ക് ടു ബി ഹോണസ്റ്റ് കിട്ടുന്നത് ഒരു ഹൈവേയിൽ ഒരു 7 കിലോമീറ്റേഴ്സ് എല്ലാം കിട്ടും പെർ ലിറ്റർ. ഇപ്പോൾ സിറ്റി ഡ്രൈവിലല്ല എനിക്ക് കിട്ടുന്ന ഒരു 6.5 കിലോമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? അഡീഷണൽ ആയിട്ട് ഇതിൽ ഇലക്ട്രിക് ബ്രേക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ടോ ചെയ്യാനും പർപ്പസിനൊക്കെ ആയിട്ട്. പിന്നെ UHF റേഡിയോയ്ക്കുള്ള സ്പീക്കർ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സോളാർ സിസ്റ്റം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ തൽക്കാലം ഊരി വെച്ചേക്കാണ്. കാരണം വെച്ചാൽ നമ്മളത് അത്രയും ക്യാമ്പിങ് പർപ്പസിന് നമ്മളിപ്പോൾ അങ്ങനെ പോകുന്നില്ല. എന്നിട്ട് നമുക്കാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്, ടഫ് ടോങ്ങിൻ്റെ സസ്പെൻഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ റിയർ ബമ്പർ ആക്ച്വലി കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റീൽ ബമ്പറാണ് റിയർ വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ ലാഡർ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോ ബാർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പിന്നെ ഇതുപോലെ റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമർ വേറെ ചെയ്തതാണ്. ഇത് ആക്ച്വലി ഈ ലൈറ്റുകളെല്ലാം സ്റ്റോക്കല്ല, ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റുകളാണ്. വീലാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഇത് ആക്ച്വലി. ഇത് US നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ നമ്മളിപ്പം ലൈറ്റുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നൈറ്റ് ഡ്രൈവിനൊക്കെ പോകുമ്പം, ക്യാമ്പിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ബാർ ലൈറ്റ് ഉണ്ട്, പിന്നെ സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ബുൾ ബാർ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമാണ് ആക്ച്വലി. ഇത് നമ്മൾ കസ്റ്റം ചെയ്ത് ഇവിടെ ആക്ച്വലി കുറേ കൂടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലെയർ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതങ്ങനെ കസ്റ്റം ചെയ്തേക്കുന്ന ഒരു ബുൾ ബാറാണ്. അതുപോലെ വിഞ്ച് ഉണ്ട്. ഇതൊക്കെയാണ് കുറച്ച് അഡീഷണൽ പറയാനായിട്ടുള്ളത്. അതുപോലെ ഹെഡ്ലൈറ്റ്സും ഗ്രില്ലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, മാറ്റിയെടുത്തിട്ടുള്ളതാണ് ആക്ച്വലി. കമ്പനി അലോയ്സ് അല്ല ഇതിൽ കിടക്കുന്നത്. ഇതിൽ കിടക്കുന്നത് അമേരിക്കൻ ഔട്ട്ലോൻ്റെ അലോയ്സ് ആണ് കിടക്കുന്നത്. കമ്പനി അലോയ്സ് വേറൊരു പാറ്റേണിലാണ് വരുന്നത്. ഇത് യൊക്കോഹാമയുടെ ഒരു ഓൾ ടെറൈൻ ടയേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓൺ റോഡും അത്യാവശ്യം ഓഫ് റോഡും ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ് ഇത് ആക്ച്വലി. നമ്മൾ റിയലി മഡ് ടയേഴ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതാണെങ്കിൽ കുറേ കൂടി അഗ്രസീവ് ലുക്ക് ഉണ്ടായിരിക്കും വണ്ടിക്ക്. ഓക്കെ, ഇതിലേ ഫുള്ള് സാധനങ്ങൾ ഇട്ടേക്കുക. ബാക്കിൽ ഇത്രയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ വെച്ചാൽ ഞാൻ ഇതിൽ തന്നെ വെച്ചാലേ മറ്റേ ലോക്ക് ഉണ്ട്, അങ്ങനെ ലോക്ക് ഉണ്ട് ആക്ച്വലി. ഓക്കെ, അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അതെ അതെ അതെ, അതെല്ലാം അതിനെക്കുറിച്ച് പല വണ്ടികൾക്കും വരുന്നതാണ്. അതെ അല്ലേ, ഓക്കെ. അല്ലെങ്കിൽ വണ്ടി ചെരിഞ്ഞിരിക്കുമ്പോൾ ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ഡോർ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു 20 kg സാൻഡ് ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓഫ് റോഡിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ ആളില്ലാത്തപ്പോൾ തന്നെയൊക്കെ യാത്ര കുറച്ച് ബമ്പി ആയിരിക്കും. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ബാഗ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടിക്ക് ഒരു ഫാൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്ലേറ്റ്, നമ്പർ പ്ലേറ്റ് ആക്ച്വലി കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല ആക്ച്വലി നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് FJJ 999 എന്നുള്ള ഒരു ഫാൻസി നമ്പർ പ്ലേറ്റ് നമ്മൾ ആക്ച്വലി ഇതോടെ പൈസ കൊടുക്കണം ഓസ്ട്രേലിയയിൽ. അങ്ങനെ ഇത് അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഈ മഞ്ഞില്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ മഞ്ഞ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ ചെറിയ ഫണ്ണാണ് ഇതൊക്കെ. അടിപൊളി അടിപൊളി. അതിന്റെ പവർ ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ വണ്ടികൾ കാണാനുണ്ട്.